ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിലെ അധികായന്മാരായ ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ട്രെൻഡ് ലിമിറ്റഡ് ഓഹരികൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച കനത്ത തിരിച്ചടി നേരിട്ടു. കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നതിന് തൊട്ടു പിന്നാലെ ഓഹരി വില 11% ഇടിഞ്ഞ് 5487 രൂപയിലെത്തി. ഒറ്റ ദിവസം കൊണ്ട് 704 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ റീറ്റെയിൽ മേഖലയിൽ ശക്തമായ വളർച്ചയും മികച്ച പ്രകടനവും കാഴ്ചവെച്ച് ശ്രദ്ധേയരായ ട്രെൻഡ് ലിമിറ്റഡിന് എന്താണ് സംഭവിച്ചത്? നിക്ഷേപകർ ആശങ്കയിലാകാനുള്ള കാരണമെന്ത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ട്രെൻഡ് ലിമിറ്റഡിന്റെ ഓഹരി വിലയിലെ ഈ പെട്ടെന്നുള്ള ഇടിവിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. ജൂലൈ 4 വെള്ളിയാഴ്ച നടന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ മാനേജ്മെന്റ് വളർച്ച മന്ദഗതിയിലാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് നിക്ഷേപകരുടെ പ്രതീക്ഷകളും തകിടം മറിക്കുകയും ഓഹരി വിപണിയിൽ വൻ തിരിച്ചടി വഴിയൊരുക്കുകയും ചെയ്തു. വാർഷിക പൊതുയോഗത്തിൽ ട്രെൻഡ് ലിമിറ്റഡ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ വളർച്ച ഏകദേശം 20% ഈ പ്രവചനം നേരത്തെ കമ്പനി പ്രഖ്യാപിച്ചിരുന്ന 5 വർഷത്തെ കോമ്പാക്ട് വാർഷിക വളർച്ചാ നിരക്കിനേക്കാൾ വളരെ താഴെയാണ്. മുമ്പ് 35% CAGR വളർച്ചയാണ് കമ്പനിക്ക് ലക്ഷ്യമിട്ടിരുന്നത്. ഈ വലിയ വ്യത്യാസമാണ് നിക്ഷേപകരെ ആശങ്കയിലാക്കിയത്. വെള്ളിയാഴ്ച എക്സ്ചേഞ്ചുകളിൽ അറിയിച്ച മൈത്രാസ് ബിസിനസ് റിപ്പോർട്ടിലും ഈ വളർച്ചാ മന്ദഗതി സ്ഥിരീകരിക്കപ്പെട്ടു. ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കമ്പനിയാണ് ട്രെൻഡ് ലിമിറ്റഡ്. വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ, സ്റ്റാർ മാർക്കറ്റ് എന്നിവയുടെ റീറ്റെയിൽ മേഖലയിലെ വൈവിധ്യമാർന്നതും ജനപ്രിയവുമായ ബ്രാൻഡുകൾ ട്രെൻഡ് ലിമിറ്റഡിന് കീഴിലുള്ളതാണ്. ഫാഷൻ, ലെസ്റ്റൈൽ, ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ വിവിധ റീറ്റെയിൽ മേഖലകളിൽ ഇവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും ആകർഷകമായ ഷോപ്പിംഗ് അനുഭവവും നൽകി ട്രെൻഡ് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ജൂൺ പാദത്തിന്റെ അവസാനത്തിൽ കമ്പനിയുടെ കീഴിലുള്ള വിവിധ ബ്രാൻഡുകളുടെ ഷോറൂമുകളുടെ എണ്ണം താഴെ പറയുന്നവയാണ്. വെസ്റ്റ്സൈഡ് 248 ഷോറൂമുകൾ, സ്റ്റുഡിയോ 766 ഷോറൂമുകൾ, സ്റ്റാർ മാർക്കറ്റ് 29 ഷോറൂമുകൾ. ഈ കണക്കുകൾ ട്രെൻഡ് ലിമിറ്റഡിന്റെ വിപണിയിലെ വലിയ സാന്നിധ്യം എടുത്തു കാണിക്കുന്നു. വെള്ളിയാഴ്ച 11.3% കുറഞ്ഞ 5487 രൂപയിലാണ് ട്രെൻഡിന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ വർഷം ഏപ്രിൽ 15% ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം മൊത്തത്തിൽ ഓഹരിക്ക് 35% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ട്രെൻഡ് ലിമിറ്റഡ് ഓഹരി മൂല്യം 8345 രൂപ വരെ എത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ തകർച്ച നിക്ഷേപകരിൽ ചെറിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ദീർഘകാലം നിക്ഷേപകർക്ക് ഇതൊരു വാങ്ങൽ അവസരമായി കാണാനുള്ള സാധ്യതയുണ്ട്. ഒരു കമ്പനിയുടെ ഓഹരി വിലയിലെ ഇടിവ് എല്ലായ്പ്പോഴും മോശം സൂചനയാകണമെന്നില്ല. വളർച്ചാ പ്രതീക്ഷകളിലെ മാറ്റങ്ങൾ, വിപണിയിലെ പൊതുവായ പ്രവണതകൾ, ബാഹ്യ ഘടകങ്ങൾ എന്നിവയെല്ലാം ഓഹരി വിലയെ സ്വാധീനിക്കും. വളർച്ചാ പ്രവചനങ്ങളിലെ ഈ മന്ദഗതി ഹാസ്യകാലത്തേക്ക് ഒരു വെല്ലുവിളിയാണെങ്കിലും ട്രെൻഡ് ലിമിറ്റഡിന് റീറ്റെയിൽ വിപണിയിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ശക്തമായ സ്ഥാനമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായതിനാൽ ട്രെൻഡ് ലിമിറ്റഡിന്റെ ശക്തമായ സാമ്പത്തിക പിൻബലവും വിപണിയിലെ വിശ്വാസ്യതയുമുണ്ട്. ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കമ്പനിക്ക് വലിയ പിന്തുണ നൽകും. വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ തുടങ്ങിയ ബ്രാൻഡുകൾക്ക് ഇന്ത്യയിൽ വലിയൊരു ഉപഭോക്തൃ അടിത്തറയുണ്ട്. ഈ ബ്രാൻഡുകൾക്ക് വിപണിയിൽ ഉയർന്ന സ്വീകാര്യതയുണ്ട്. ഫാഷൻ മുതൽ ഹൈപ്പർ മാർക്കറ്റ് വരെ നീളുന്ന റീറ്റെയിൽ വിഭാഗങ്ങളിലെ സാന്നിധ്യം വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ സഹായിക്കുന്ന ഇതൊരു വിഭാഗത്തിൽ നിന്നുള്ള തിരിച്ചടികൾ നേരിടാൻ കമ്പനി സഹായിക്കും. ഇന്ത്യയിലെ റീറ്റെയിൽ വിപണി അതിവേഗം വളരുന്ന ഒന്നാണ്. ജനസംഖ്യാ വർധനവ്, നഗരവൽക്കരണം, വർദ്ധിച്ചു വരുന്ന ഉപഭോക്തൃ ചെലവ് എന്നിവ ഈ മേഖലയ്ക്ക് അനുകൂലമാണ്. ഒരു കമ്പനി വളർച്ചാ പ്രവചനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഓഹരി വിലയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഈ മാറ്റങ്ങൾ വിപണിയുടെ പ്രതീക്ഷകളുമായി ഒത്തുപോകാത്തതുകൊണ്ടാണ് പലപ്പോഴും ഓഹരി വില താഴുന്നത്. എന്നിരുന്നാലും ട്രെൻഡ് ലിമിറ്റഡിന്റെ അടിസ്ഥാനപരമായ ശക്തിയും ദീർഘകാല വളർച്ചാ സാധ്യതകളും നിലനിൽക്കുന്നു. വളർച്ചാ മന്ദഗതി താൽക്കാലികമാണോ അതോ ദീർഘകാല പ്രവണതയാണോ എന്ന് വരും പാദങ്ങളിൽ പ്രകടനം വ്യക്തമാക്കും. നിക്ഷേപകർക്ക് ഈ സാഹചര്യം ഒരു പഠന വിഷയമാണ്. കമ്പനി പ്രഖ്യാപിക്കുന്ന വളർച്ചാ പ്രവചനങ്ങളും യഥാർത്ഥ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ ഓഹരി വിലയെ സ്വാധീനിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. റീറ്റെയിൽ മേഖലയിൽ നിക്ഷേപത്തിന് താല്പര്യമുള്ളവർക്ക് ട്രെൻഡ് ലിമിറ്റഡിന്റെ ഈ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് നല്ലൊരു പാഠമായിരിക്കും.